എനിക്ക് കുറച്ച് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ: ഒരു ചെറിയ തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ശകല ഇഞ്ചി, ഒരു 4 സവാള, ചെറിയ സവാള, ഒരു 3 പച്ചമുളക്, ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു ശകല തേങ്ങാക്കൊത്തും കൂടി ഇനി അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. ഇത്രയും ഞാനൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളിയും തേങ്ങാക്കൊത്തും. തക്കാളിക്ക പിന്നെ അതിനകത്ത് ഉള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിനകത്ത് ചേർക്കാം. ഇതിനാവശ്യമായിട്ട് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി പൊടിച്ച് അതിനകത്ത് ചേർക്കാം. ഉള്ളിയെല്ലാം നല്ലതായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്ത് മസാലയുടെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്, ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട്, 1.5 സ്പൂണ് മുളക് പൊടി മതി. ഇത്രയും ഇട്ട് നമ്മൾ പൊടിച്ച് വെച്ച് പിന്നെ ഇത് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ വറുത്തത് ഒന്ന് പൊടിച്ച് വെച്ചേക്കും. ഇതുകൂടെ അതിനകത്തിട്ട് വെക്കും. ഇനി അതിനകത്തോട്ട് കക്കയിറച്ചി കഴുകി വെച്ചിരിക്കുന്നത് അത് അതിനകത്തോട്ടിടാം. അതിനകത്തോട്ടിട്ട് അതെല്ലാം അരപ്പെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കാം. ആവശ്യത്തിനുള്ള ഒത്തിരി വെള്ളം വേണ്ട, ഫ്രൈ അല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതൊന്ന് അടച്ച് വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റി ഫ്രൈ ആവട്ടെ. അങ്ങനെ കക്കയിറച്ചി എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കക്ക ഇറച്ചി ഫ്രൈ. ഞാൻ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു ശകലം പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് തോർത്തിയെടുത്ത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.